ഞാൻ ബിച്ചിൻ്റെ അടുത്ത് കളിക്കാൻ പോയപ്പോൾ ബിച്ചിൻ്റെ പപ്പ ബിച്ചിന് മീശയെക്കാട്ടിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. എനിക്കും പപ്പ മീശയെക്കാട്ടിന് ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ? ഇപ്പം വാങ്ങിക്കാൻ പൈസ ഇല്ല. പിന്നെ വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ചിപ്പി അരി വാങ്ങിച്ചില്ല, പച്ചക്കറി വാങ്ങിച്ചില്ല, സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ബിച്ചുൻ്റെ വീട്ടിൽ ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാണ് എടുക്കുന്നത്? ചിപ്പിക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. ഡ്രസ്സ് ആവശ്യമുള്ളപ്പം പപ്പ വാങ്ങിച്ച് തരാം. കൊള്ളാം. ആകെ 4-3 ഡ്രസ്സുണ്ട്. അതിൽ പാതി മുക്കാലും കീറിയ ഡ്രസ്സാണ്. അതെവിടെ ഇട്ടോണ്ട് പോകാൻ കൊള്ളത്തില്ല. അപ്പം എനിക്ക് മീശക്കാരൻ ഡ്രസ്സ് വാങ്ങിച്ച് തരുന്നുണ്ടോ? അതോ തന്നെ ഈ കോമ്പസ് വെച്ച് ഞാൻ പപ്പ കൂട്ടാണോ? ഇപ്പം സാധനം വാങ്ങിക്കാൻ പൈസ, പച്ചക്കറിയും അരിയും മുളകും ഒന്നും വെളുത്തുള്ളി ഒന്നും വാങ്ങിച്ചില്ല. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വാങ്ങിച്ചു തരാം. നീ സമാധാനപ്പെട്ടിരിക്കേ. പറ്റത്തില്ല. എനിക്ക് ഇന്ന് തന്നെ ഫോണിൽ ഓർഡർ ചെയ്താണ്. ഫോണിൽ ഓർഡർ ചെയ്താലേ അത് പിന്നെ മീശയ്ക്കകത്ത് അവർ കൊണ്ടുതരത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് മീശയ്ക്കകത്ത് ഓർഡർ ചെയ്യും. ഈ കോമ്പസ് ഞാൻ എന്തിനാണ് വാങ്ങിച്ചു തന്നതെന്ന് അറിയാമോ? പഠിക്കാനാണ് വാങ്ങിച്ചു തന്നത്. സ്കൂളിൽ കൊണ്ടുപോയി അതും കൊണ്ട് ഇപ്പോൾ എന്നെ കുത്താൻ നിൽക്കുക. എൻ്റെ പൈസ കൊടുത്ത് ഞാൻ കോമ്പസ് വാങ്ങിച്ച് കൊടുത്തിട്ട് ആ കോമ്പസ് കൊണ്ട് എന്നെ കുത്താൻ നിൽക്കും. നിങ്ങളുടെ ടീച്ചറെ, എന്നിട്ട് ചിപ്പിയുടെ ടീച്ചറെ ഞാൻ കാണട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കോമ്പസ് അല്ല, അച്ഛൻ്റെ കോമ്പസാ. എനിക്ക് കോമ്പസ് വേണ്ട. ഈ കോമ്പസ് വെച്ച് കുത്താൻ നല്ല രസമാണ്. നീ എന്നെ കുത്താതിരിക്കേ. ഞാനേ മമ്മി വരുമ്പോൾ മമ്മി തൊഴിലുറപ്പിന് പോയേക്കുക. മമ്മി തൊഴിലുറപ്പിന് പോയിട്ട് വരുമ്പം തൊഴിലുറപ്പിന് പോയി പണിഞ്ഞുകൊണ്ട് വന്ന പൈസ വല്ലതും ഉണ്ടെങ്കിൽ ആ പൈസ എടുത്ത് നിനക്ക് ഉടുപ്പ് വാങ്ങിച്ചു തരാം. എന്നെ കുത്താതിരിക്കും. ഞാനേ പിന്നെ പരിഹാരം ഉണ്ടാക്കാം. സമാധാനമായിട്ടിരിക്കും. ഇല്ല, മമ്മിയുടെ തൊഴിലുറപ്പിന്റെ പൈസ മമ്മി എനിക്ക് മാല വാങ്ങിച്ചു തരാനാണ്. പപ്പയുടെ പൈസക്ക് തന്നെ പപ്പ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരണം.